സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ ഏപ്രിൽ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്ത് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് കരമുയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കരമുയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്, കർത്താവെ അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു, അങ്ങേക്ക് എന്നോടുള്ള ദയക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 18-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ബലമായ യഹോവയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. ആമേൻ 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 ആമേൻ. 46-ാമത്തെ വാക്യം പറയുന്നു: യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. 49. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ കർത്താവിന് സ്തോത്രം ചെയ്യും, കർത്താവിൻ്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കിങ്ങനെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങ് തന്ന അവസരമെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ഈ പ്രഭാതത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഈ ദിവസത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇത് സാക്ഷ്യത്തിൻ്റെ ദിവസമായി മാറട്ടെ. അനേക സാക്ഷ്യങ്ങൾ, ഇന്നും കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അനേക തെളിവുകൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്ന ഒരു പകലായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ബലഹീനതകളും മാറുന്ന വിധത്തിൽ. ഓ താങ്ക് യു. ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ. മാനസികമായ ഇൻസ്റ്റബിലിറ്റി അനുഭവിക്കുന്നവർ, നിരാശ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കട്ടെ. സാമ്പത്തികമായ ആവശ്യങ്ങൾ കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതലുകൾ വ്യാപരിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തിക്കായിട്ട് നന്ദി. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. കർത്താവിന് കഴിയാത്ത കാര്യമില്ലല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ ആമേൻ, ഇന്ന് നടക്കുന്ന സഭായോഗങ്ങൾ, പ്രത്യേകിച്ച് മധ്യപൂർവ്വ ഏഷ്യയിൽ നടക്കുന്ന എല്ലാ സഭായോഗങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി നടക്കണം. അതുപോലെ പല രാജ്യങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകൾ ഇന്ന് വെള്ളിയാഴ്ച നടക്കുന്നു. ആ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സഭായോഗത്തിനായിട്ട് സ്തോത്രം. അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ, അസാധാരണമായി തീരട്ടെ. ഗ്ലോറി വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്ന സഭായോഗമായി മാറട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ത്യൻ സമയം 8 മണി കഴിയുമ്പോൾ രാവിലെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയും, അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. അപ്പോസ്തലൻ പറയും, എൻ്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. തൻ്റെ കഴിവിലല്ല അപ്പോസ്തലൻ പ്രശംസിക്കുന്നത്. ആമേൻ. എൻ്റെ ബലഹീനതകൾ, അത് ദൈവരാജ്യത്തിലെ ഒരു പ്രത്യേകത. അവൻ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മനുഷ്യർ അവരുടെ കഴിവിലാണ് പ്രശംസിക്കുന്നത്, അവരുടെ ഇൻഫ്ലുവൻസുകളിലാണ് പ്രശംസിക്കുന്നത്. അവർക്കുള്ള അവരുടെ പ്രത്യേകമായ കഴിവുകൾ, അവർക്കുള്ള അല്ലെങ്കിൽ പ്രത്യേകമായ വിദ്യാഭ്യാസങ്ങൾ, യോഗ്യതകൾ, ഇതിലൊക്കെ ആയിരിക്കും അവർ പ്രശംസിക്കുന്നത്. പക്ഷേ അപ്പോസ്തലൻ പറയുക, എൻ്റെ ബലഹീനതയിലാണ് ഞാൻ പ്രശംസിക്കുന്നത്. അവൻ കാരണം ബലഹീനത ദൈവത്തിന് പ്രവർത്തിക്കാൻ തക്ക ഒരു പ്ലാറ്റ്ഫോമാണ്.
നമ്മുടെ ബലഹീനത എന്ന് പറഞ്ഞു. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 2 കൊരിന്ത്യർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശരീരത്തിലെ ഒരു ബലഹീനതയെക്കുറിച്ച് പറയുന്നു. ഒരു മുള്ളുണ്ട് ആമേൻ എന്ന് പറയുന്നു. എന്നിട്ട് ആ മുള്ളു മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ മതി നിനക്ക്, നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അപ്പോസ്തലൻ സന്തോഷമായി. കാരണം ബലഹീനതയിൽ പ്രശംസിക്കുക. കാരണം ബലഹീനതയിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരും. നമ്മൾ വേദപുസ്തകം നോക്കുമ്പോൾ കർത്താവ് നമ്മുടെ പെർഫെക്ഷന് വേണ്ടിയല്ല വെയിറ്റ് ചെയ്യുന്നത്, കർത്താവ് നമ്മുടെ അവൈലബിലിറ്റിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ പെർഫെക്റ്റായിട്ട് ശക്തരായിട്ട് കർത്താവിനെ ഉപയോഗിക്കും. നോ, കർത്താവ് ഉപയോഗിക്കുന്നത്, മോശയെ ഉപയോഗിച്ചത് വിക്കനായ മോശയാണ് ഉപയോഗിച്ച്. മോശയെക്കുറിച്ച് പറയുന്നത് മോശയ്ക്ക് ശരിക്കും തൻ്റെ പേര് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ അവൻ വിക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവം അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പവർഫുള്ളായ ഒരു നേതാവിൻ്റെ അടുക്കൽ കയറി നിന്ന് സംസാരിക്കുവാൻ അവൻ ഉപയോഗിച്ചത് ആരെയാണ്? വിക്കനായ മോശയാണ് ഉപയോഗിച്ചത്. ഹല്ലേലൂയ. വിക്കനായ മോശയാണ് ദൈവം ഉപയോഗിച്ചത്. ആമേൻ. ഗിദിയോനെ ഉപയോഗിക്കുമ്പോൾ ഗിദിയോൻ പറഞ്ഞത്, ഞാൻ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, ഒരു രീതിയിലും എൻ്റെ കുടുംബമോ ഒന്നിനും കൊള്ളാവുന്നവരല്ല ആമേൻ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഗിദിയോനെയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാം ദൈവം ഉപയോഗിക്കുന്നത്. സ്വന്തം വീട്ടിൽ ഒരു വലിയ ആഘോഷം നടക്കുമ്പോൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞ ദാവീദിനെയാണ്, എന്ന് വെച്ചാൽ യാതൊരു വീട്ടിൽ പ്രാധാന്യവുമില്ലാത്തത് കൊണ്ടാണല്ലോ ദാവീദിനെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞ്, വേണ്ടാന്ന് വെച്ച് ദാവീദ് അറിഞ്ഞു പോലുമില്ല. പക്ഷേ ആ ദാവീദിനെയാണ് ദൈവം ഉപയോഗിച്ചത്. 3 പ്രാവശ്യം ഭയപ്പെട്ട് തള്ളിപ്പറഞ്ഞ പത്രോസിനെയാണ് സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ചത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുക, എനിക്ക് പ്രശംസിപ്പാൻ എൻ്റെ ബലഹീനതകളിൽ മാത്രമേ ഉള്ളൂ. ഈ പുതിയ നിയമത്തിൻ്റെ സിംഹഭാഗവും എഴുതുവാൻ ഉപയോഗിച്ച പൗലോസ് പറയുക, എനിക്ക് പ്രശംസിപ്പാൻ എന്തേ ഉള്ളൂ? എൻ്റെ ബലഹീനത മാത്രമേ ഉള്ളൂ. ഇന്ന് ഓർത്ത് നോക്കി പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ ബലഹീനതകൾ കാരണം നമ്മൾ പറയും, കർത്താവേ എന്ത് ചെയ്യും? ഇല്ല, നിൻ്റെ ബലഹീനത ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം ആ ബലഹീനതകളിലാണ് ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തി ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ വെള്ളം കോരിക്കൊണ്ട് പോകുന്നത് ചെറിയ കിഴുത്ത വീണ പാത്രത്തിൽ. അപ്പോൾ ഇദ്ദേഹം ആ വെള്ളം കോരിക്കൊണ്ട് പോകുന്ന ഭാഗത്തെല്ലാം വെള്ളം ഇങ്ങനെ കുറേശ്ശെ വീഴും. പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമാണ്. പക്ഷേ വേറെ പാത്രമില്ല, പാത്രം ബലഹീനമാണ്, കിഴുത്തയുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ സ്ഥലങ്ങളിലെല്ലാം പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങി. കാരണം എന്നാ? ഈ വെള്ളം കോരിക്കൊണ്ട് പോയ സ്ഥലത്തു നിന്ന് ചോർച്ച വന്ന് വീണ വെള്ളമാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബലഹീനതകളുണ്ടെങ്കിൽ അത് നമ്മളിലുള്ള അഹങ്കാര ചിന്തകളെ മാറ്റിക്കളയും. പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. നമ്മുടെ ബലഹീനതകളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ്. ഹല്ലേലൂയ. ആൻഡ് നമ്മുടെ ബലഹീനത എന്തു ചെയ്യും? ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കാരണമാകും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. നമുക്ക് എന്താണോ ബലഹീനതയുള്ളത് അത് കർത്താവിനെ ഉപയോഗിക്കാൻ പറ്റിയ ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവിലല്ല പ്രശംസിക്കുന്നത്. എനിക്ക് ഇന്ന കഴിവുണ്ട്, അതുകൊണ്ട് കർത്താവെ നീ എന്നെ ഉപയോഗിക്കുന്നു. കർത്താവെ, ഞാൻ യോഗ്യതയില്ലാത്തവന്, ബലഹീനന്, അർഹതയില്ലാത്തവന്, ഇതൊന്നും പറയാനോ ചെയ്യാനോ ഒന്നിനും അർഹതയുള്ളവനല്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, നിൻ്റെ ബലഹീനതയിലാണ് ഞാൻ എൻ്റെ ബലം വെളിപ്പെടുത്തി കാണിക്കുന്നത്. ഇന്ന് പകൽക്കാലം കരങ്ങളെ ഉയർത്തിയിട്ട് പറ, ഹല്ലേലൂയ. കർത്താവ് എൻ്റെ ബലഹീനതയിലൂടെ അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. എൻ്റെ ലിമിറ്റേഷനുകൾ ദൈവത്തിന് ഒരു ലിമിറ്റും അല്ലെന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ കൃപ മതി എൻ്റെ ബലഹീനതകളിൽ. ഹല്ലേലൂയ. അവൻ്റെ ശക്തി, അവൻ്റെ പവർ എൻ്റെ ബലഹീനതയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ബലഹീനതകൾ അതൊരു ടെസ്റ്റ് മണിയായി മാറുക തന്നെ ചെയ്യും. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. എൻ്റെ ബലഹീനതകൾ കർത്താവിനെ ഒരു ടെസ്റ്റ് മണിയായി, അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ മുഖാന്തരമായി തീരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പുകഴുന്നത് എന്തില്ല? എൻ്റെ ബലഹീനതയില്ല. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഞാൻ ബലഹീനനാ, കഴിവില്ലാത്തവനാ എന്ന് പറഞ്ഞ് നിരാശപ്പെടണം. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇനി ഞാൻ ബലഹീന, പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബലഹീനരെ ഉപയോഗിച്ചതുപോലെ, അവരുടെ ബലഹീനതകളെ ഉപയോഗിച്ചതുപോലെ എന്നെ ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. അതിലൂടെ അങ്ങനെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും.
നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. നമ്മുടെ ബലഹീനതകളിൽ നമ്മൾ പ്രശംസിക്കും. കാരണം ആ ബലഹീനത കർത്താവിനൊരു പ്ലാറ്റ്ഫോമാണ് അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.